നമസ്കാരം. ഇന്ത്യൻ മാർക്കറ്റിൽ സുസ്ഥിരമായിട്ടുള്ള ഒരു ഇലക്ട്രിക് ടെക്നോളജിയുമായിട്ട് വന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് എം ജിയുടെ പല വാഹനങ്ങളും സായിക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള മറ്റു പല വാഹനങ്ങളുടെയും റീബാഡ്ജ്ഡ് വേർഷനാണെന്ന് നമുക്കിപ്പോൾ അറിയാം. ഹെക്ടർ നെയിം പ്ലേറ്റിൽ അവർ 2-3 വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നുള്ള വാർത്ത ഒരു 7-8 മാസം മുമ്പ് തന്നെ സജീവമായിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെല്ലാം കേട്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, അവർ റീസെൻ്റായിട്ട് ഒരു പ്ലാറ്റ്ഫോം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഡാപ്റ്റ് എന്നാണ് ആ ഒരു പ്ലാറ്റ്ഫോം. അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഡ്രൈവ് ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോം ടെക്നോളജി എന്നുള്ളതാണ്. ഇതിനകത്ത് ന്യൂ എനർജി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂ എനർജി വെഹിക്കിൾസ് ഒരുപാട് വരും എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നുണ്ട്, പ്ലഗ് ഇൻ ഹൈബ്രിഡ്. അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അപ്പോൾ പ്ലഗ് ഇൻ ഹൈബ്രിഡിൽ വരുന്ന പ്രധാനപ്പെട്ട വാഹനം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ ഒരുപാട് വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് അതിനെ കൊണ്ടുവരിക എന്നത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. കാരണം നിലവിൽ പല രാജ്യങ്ങളിലും വിൽക്കുന്ന വാഹനത്തെ, അല്ലെങ്കിൽ അതിപ്പോൾ വൂളിങ്ങിൻ്റെ ആയിക്കോട്ടെ ബൗജിങ്ങിൻ്റെ ആയിക്കോട്ടെ, ആ സെയിം വാഹനത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെ അത് പെർഫോം ചെയ്യുന്നു എന്ന് അറിയാനുള്ള ടെസ്റ്റിംഗ് മാത്രമാണ് അവർ നടത്തുന്നത്. എക്സ്പെഷ്യലി സസ്പെൻഷനിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൂളിങ്ങിൻ്റെ എയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു വാഹനം ജി കോമറ്റ് എന്നുള്ള പേരിലാണ് വിറ്റഴിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പം വൂളിങ്ങിൻ്റെ ക്ലൗഡ് എന്ന് പറയുന്ന വാഹനമാണ് വിൻസർ EV എന്നുള്ള പേരിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസം ഒരു 4500 യൂണിറ്റൊക്കെ ആവറേജ് ആ ഒരു വാഹനം വിൽക്കുന്നുണ്ട്. അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് ജിക്ക് ഉണ്ട്, അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ 2 പുതിയ വാഹനത്തെയാണ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് അഡാപ്റ്റ് പ്ലാറ്റ്ഫോമിൽ വരുന്ന 2 പുതിയ വാഹനം, ഒന്ന് ഒരു ഇലക്ട്രിക്കും മറ്റൊന്ന് ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനവുമാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വാഹനമൊക്കെ MG ഹെക്ടറിൻ്റെ ഒരു തുടർച്ചക്കാരനാണ്. അല്ലെങ്കിൽ MG ഹെക്ടർ എന്ന് പറയുന്ന വാഹനം എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് യഥാർത്ഥത്തിൽ ബൗജിങ്ങിൻ്റെ 530 എന്ന് പറയുന്ന മോഡലാണ്, അല്ലെങ്കിൽ വൂളിങ്ങിൻ്റെ അൽമാസ് എന്ന് പറയുന്ന മോഡലാണ്. ഈ മോഡലിനെ ഹെക്ടർ എന്ന് പറയുന്ന പേരിൽ ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്നു. ഈ ഹെക്ടർ എന്ന് പറയുന്ന പേര് നമ്മൾ ഓർക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ബ്രിട്ടീഷ് ലെഗസിയൊക്കെ ഉണ്ട്. കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഇന്ത്യയിലേക്ക് വന്നത് ഹെക്ടർ എന്ന് പറയുന്ന ഒരു കപ്പലിലാണ് എന്ന് ഞാൻ പണ്ട് എവിടെ വായിച്ചിട്ടുണ്ട്. ഇപ്പം ഇവരുടെ ബാഡ്ജിങ്ങിലും നെയിമിങ്ങിലും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബ്രിട്ടീഷ് ലെഗസി ഇങ്ങനെ എന്താ പറയുക തിരികെ കയറ്റാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ പറയുന്ന ക്ലൗഡ് EVനെ ഇവിടെ കൊണ്ടുവന്നത് വിൻസർ EV എന്നുള്ള ഒരു പേരിലാണ്. അപ്പോൾ വിൻസർ കാസ്റ്റൽ ആ ഒരു പേരിനൊക്കെ ഇവർ നൈസായിട്ട് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ വാഹനം നല്ലതാണ്, മെക്കാനിക്കലി വളരെ മികച്ച വാഹനം തന്നെയാണ്. കുറച്ച് ടയർ നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിഷയത്തിൽ നിന്ന് നമ്മൾ തെന്നി മാറുന്നില്ല. 5 ഹെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള 2 വാഹനങ്ങളെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. MG ടൊമഹാക്ക് എന്നുള്ള പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ MG ഹെക്ടർ ടൊമഹാക്ക് എന്നുള്ള പേരിലാണ് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. ഒന്ന് ഇലക്ട്രിക് വാഹനമാണ്, മറ്റൊന്ന് പ്ലഗ് ഇൻ ഹൈബ്രിഡാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വാഹനത്തിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 13,99,000 രൂപയ്ക്കാണ്. ഇപ്പോൾ നിങ്ങൾ ഞെട്ടി, ഇതൊരു വലിയ വാഹനമാണ്, 4 മീറ്ററിനൊക്കെ മുകളിലേക്ക് ലെങ്ത്തുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ്. പക്ഷേ ആ ഒരു വാഹനത്തിന് 13,99,000, 14 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ബാസ്, അതായത് ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള രീതിക്ക് നിങ്ങൾ ഈ ഒരു വാഹനം എടുക്കുമ്പോഴാണ് ഈ ഒരു പ്രൈസിങ്ങിന് ഈ ഒരു വാഹനം കിട്ടുക. അതായത് വാഹനം നിങ്ങൾക്ക് തരും, അതിൻ്റെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് നിങ്ങളൊരു ലോണായിട്ട് എടുക്കുക. 4.9 രൂപ, അതായത് 4.9 റുപ്പീസ് പെർ കിലോമീറ്റർ എന്നുള്ള രീതിക്കാണ് ഇവിടെ ബാസ് അപ്ലിക്കബിൾ ആവുക. അതുമാത്രമല്ല, പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആയിട്ടുള്ള വാഹനം, ആ വാഹനം 21,74,000 രൂപയ്ക്കാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രൈസ് ബാസിന് അടിസ്ഥാനമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. 3 രൂപ 20 പൈസയാണ് 1 കിലോമീറ്ററിന് അവിടെ ചാർജ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി നമ്മൾ ഈ ഒരു കോണ്ടൻറ്റിലേക്ക് കടന്നിട്ടുണ്ട്. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 2 വാഹനങ്ങളുടെയും ബാറ്ററിയുടെ വാറണ്ടി, അത് മാത്രമല്ല ബാസ് അതെങ്ങനെയാണ് വർക്കൗട്ട് ആവുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള സർവീസ് പാക്കേജുകൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷൻ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തെ നിങ്ങൾക്ക് ഇന്ന് മുതൽ ബുക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സെപ്റ്റംബർ മുതൽ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും, എന്നിട്ട് ഡെലിവറി കൊടുക്കുന്നതായിരിക്കും. അത് EVയുടെ കാര്യം. പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആകുമ്പോഴത്തേക്കും നവംബർ മുതലൊക്കെ ആയിരിക്കും ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വാഹനം സീനോട്ടി അനുസരിച്ച് ഡെലിവറി കൊടുക്കുന്നതായിരിക്കും. അതാണിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആദ്യമേ തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന്
പറയുന്ന വേരിയൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് നോക്കുമ്പോഴത്തേക്കും ടിയാനിയ ഡി എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഒരു എക്സ്റ്റെൻഡഡ് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് അഡാപ്റ്റ് എന്ന് പറയുന്ന ന്യൂ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്കൊരു എഞ്ചിനുണ്ട്. 1.5 ലിറ്റർ ആണ്, അല്ലെങ്കിൽ 1500 cc എഞ്ചിനാണ് വന്നിട്ടുള്ളത്. 4 സിലിണ്ടറാണ്. ഹഗിൻസൺ സൈക്കിളിലാണ് ഈ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അത് സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. മാത്രമല്ല ഒരു ECVT ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഒരു 20.5 അവറിൻ്റെ ഒരു ബാറ്ററി പാക്കും ഈ ഒരു വാഹനത്തിലുണ്ട്. അപ്പോൾ ബാറ്ററിയും എഞ്ചിനും സംയുക്തമായിട്ട് ഈ ഒരു വാഹനത്തിന് പെർഫോമൻസ് നൽകുന്നുണ്ടായിരിക്കും. അതനുസരിച്ച് ഇവർ രണ്ടുപേരും കൂടെയുള്ള ഒരു കെമറാട്രിയുടെ അടിസ്ഥാനത്തിൽ അത്യാവശ്യം നല്ല ഒരു മൈലേജ് കിട്ടും. നമുക്ക് റേഞ്ച് ഒന്നും പറയാൻ കഴിയില്ല, മൈലേജ് ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഈ ഒരു വാഹനം ഇലക്ട്രിക്കലും വർക്ക് ചെയ്യും. അതുമാത്രമല്ല എൻജിൻ എന്ന് പറയുന്ന മെക്കാനിക്കൽ കോമ്പണൻ്റ് ഉപയോഗിച്ചും ഈ ഒരു വാഹനം വർക്ക് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല 52 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. അപ്പോൾ അത്രയും വലിയൊരു ടാങ്ക് വെച്ചിട്ട് ഈ ഒരു വാഹനത്തിന് അത്രയും വലിയൊരു ടാങ്ക് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ പോലും ഇതൊരു 7 സീറ്റർ വാഹനമാണ്. ഈ ഒരു വാഹനത്തിന് ഏകദേശം ഒരു 1100 കിലോമീറ്ററിന് മുകളിൽ സഞ്ചരിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത്. കാരണം ഈ ഒരു വാഹനം എഞ്ചിൻ്റെ ക്ഷമത കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അതുമാത്രമല്ല പ്യുവർ EV ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് ഇവരുടെ ലോഞ്ച് സെറമണിയിൽ ഇവർ പറഞ്ഞത് ഇത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലൂടെയും ഈ ഒരു വാഹനം വർക്ക് ചെയ്യും. കാരണം അവിടെ എഞ്ചിൻ ഒരു ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു കാര്യം പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഇനി വരാൻ പോകുന്ന മാരുതി സുസുക്കിയുടെ പല വാഹനങ്ങളിലും നമുക്കത് കാണാൻ കഴിയും. നിസാനാണ് ആദ്യമായിട്ട് ലീഫ് എന്ന് പറയുന്ന വാഹനത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അവർ ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ മാരുതി ഏറ്റെടുത്തു. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇലക്ട്രിക് വാഹനം 69.2 kWh ബാറ്ററി പാക്കാണ് ആ ഒരു വാഹനത്തിലുള്ളത്. അത് മാത്രമല്ല 517 കിലോമീറ്ററാണ് അവർ റേഞ്ച് പറഞ്ഞിട്ടുള്ളത്. മോട്ടർ എന്ന് പറയുന്നത് പെർമനന്റ് മാഗ്നറ്റിക് സിങ്ക്രണൈസ് മോട്ടറാണ് വന്നിട്ടുള്ളത്. ഇപ്പം ബോഡി ഓൺ ഫ്രെയിം അങ്ങനെയൊന്നും അല്ല, മോണോകോക്ക് ചേസിൽ തന്നെയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 201 PS പവറും 310 Nm ടോർക്കുമാണ് ഈ ഒരു മോട്ടറിൻ്റെ ക്ഷമത. മാത്രമല്ല ആസ് യൂഷ്വൽ MGയുടെ വാഹനങ്ങളിൽ കാണുന്ന ഇൻറ്റീരിയർ ക്വാളിറ്റി ഈ ഒരു വാഹനത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. MGയുടെ മിക്കവാറും എല്ലാ വാഹനങ്ങളിലും കാണുന്ന രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. വലിയ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും അതുമാത്രമല്ല ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. MGയുടെ വാഹനങ്ങളിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടാബ്ലറ്റ് കൈൻഡ് ഓഫ് വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഈ കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്ലഗ് ഇൻ ഹൈബ്രിഡൊക്കെ വരും എന്ന് പറയാതെ തന്നെ അവർ പെട്ടെന്ന് തന്നെ അവർ ലോഞ്ച് ചെയ്തു. അത് മാത്രമല്ല പ്രൈസും അനൗൺസ് ചെയ്തു. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്തത് ഇതിൻ്റെ ഒരു മെക്കാനിക്കൽ സൈഡാണ്. മികച്ച ഒരു വാഹനം തന്നെയായിരിക്കും. പക്ഷേ ഈ പ്രൈസിംഗ് എന്ന് പറയുന്നത് ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എത്രത്തോളം അല്ലെങ്കിൽ എത്ര കസ്റ്റമേഴ്സ് ബാസ് ഓപ്റ്റ് ചെയ്യും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ബാസിൽ വാഹനം എടുക്കുന്നതും പുറമേന്ന് മൊത്തത്തിൽ വാഹനം ലോണായിട്ട് എടുക്കുന്നതും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു പുറമേന്ന് ലോണായിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലഗ് ഇൻ ഹൈബ്രിഡിൽ അഡാപ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത്. ഇലക്ട്രിക്കും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.